പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരമുയർത്തി കരമൊന്ന് വീശി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ദൈവകൃപയുടെ സമൃദ്ധിയുടെ ഈ രാത്രിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വിവിധ മീഡിയയിലൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ഹൃദയം തുറന്ന് കാത്തിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നൈറ്റ് വിജയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലതുകരത്തിൽ നിന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 2 കൊരിന്തോസ് 6-ാം അധ്യായം 2-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം ഓർക്കുകയാണ്. വചനം നമ്മൾ വായിക്കുകയാണ്. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ സ്വീകാര്യമായ സമയം, ഇതാ രക്ഷയുടെ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിക്ക് നൽകുന്ന ഒരു ഉറപ്പിതാണ്. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ട് ദൈവവചനം നമുക്കൊരു ഉറപ്പ് നൽകിയാണ്. ഇതാ സ്വീകാര്യമായ സമയം. അമേൻ, അമേൻ. ഇത് സ്വീകാര്യമായ സമയമാണ്. വചനം തുടർന്ന് പറയുകയാണ്, ഇത് രക്ഷയുടെ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ പ്രതി ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇത് നിന്റെ ജീവിതത്തിൻ്റെ സ്വീകാര്യമായ സമയമാണ്. ഇത് നിന്റെ ജീവിതത്തിൻ്റെ രക്ഷയുടെ ദിവസമാണ്. വിശ്വസിച്ച് ബോധ്യപ്പെട്ട് വലതുകരവർത്തി ജീവനോടെ ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായം 1-ാം തിരുവചനം പറയാണ്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. 2 കാര്യം പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ, നീ ഒരുപക്ഷെ ഒത്തിരി വേദനയുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പരാജയത്തിൻ്റെ മധ്യേ ഈ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ യേശു നിന്നോട് പറയാണ്, നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധം, ഇന്ന് നീ അടിമപ്പെട്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് നിന്നെ കരം പിടിച്ചുയർത്തുവാൻ പറ്റാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. അല്ലെങ്കിൽ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റുന്ന ദൂരപരിധിയിലേക്ക് നമ്മുടെ ആരുടെയും ജീവിതം കടന്നു പോയിട്ടില്ല. നമ്മുടെ നിലവിളി കേൾക്കുവാൻ പറ്റാത്ത വിധം ദൈവം എൻ്റെയും നിന്റെയും ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വലതുകരം എഴുത്തി വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അനുഗ്രഹത്തെ പ്രാപിക്കാൻ, ഈ കൃപയെ പ്രാപിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനം പറയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ ചോദിക്കണം? യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിനോട് നീ എന്ത് ചോദിച്ചാലും അത് ദൈവം നിനക്ക് ഇന്ന് ഈ ശുശ്രൂഷ മധ്യേ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ഒരു സ്വർഗത്തിന്റെ അനുഗ്രഹം പറന്നിറങ്ങുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം, യേശുവിനോട് ചോദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ യേശുവിനോട് ആരെന്തെല്ലാം ചോദിക്കുന്നുവോ അത് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ മേൽ പറന്നിറങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നുവോ, ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണോ,
കുടുംബത്തിലിരുന്ന് നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ നിങ്ങളൊന്ന് ചേർന്ന് നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ യേശുവിനോട് ചോദിച്ചാൽ യേശു അത് നിന്റെ ജീവിതത്തിൽ നിശ്ചയമായും ചെയ്തു തരും. ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ചോദിക്കുന്നത് യേശുവിനോടാണ്, അവൻ്റെ നാമത്തിലാണ് ചോദിക്കുന്നത്, അവൻ്റെ വാഗ്ദാനമാണ്. അത് നിറവേറുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയെ നമ്മൾ സംബന്ധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? ദൈവത്തിന് കൊടുക്കുക. നീ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന നീ ബലഹീനനായ ഒരു വ്യക്തിയായിരിക്കാം, എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ ബലഹീനനാണെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ ദൈവം സർവശക്തനാണ്. ആ ദൈവം നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ തന്നെ ഉണർന്നെഴുന്നേൽക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ തകർച്ച എന്താണ്? നിരാശയ്ക്ക് കാരണം എന്താണ്? അത് മക്കളെ കുറിച്ചാണോ? ജീവിത പങ്കാളിയെ കുറിച്ചാണോ? തകർന്നുപോയ സാമ്പത്തിക സ്ഥിതിയെ ഓർത്തുള്ള നെടുവീർപ്പുകളാണോ? ഹൃദയത്തിൽ പരാജയപ്പെട്ടു പോയ ജീവിതമാണോ നിൻ്റെത്? ദൈവം ഈ രാത്രിയിൽ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൻ്റെ മേൽ ചെയ്യും. ആ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ വേദനയുടെ, സങ്കടത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, പരാജയങ്ങളുടെ, തകർച്ചകളുടെ എല്ലാ കാരണവും ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കുക. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുക. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ. നീ പ്രാർത്ഥിക്കുക. നീ ചെയ്യേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. നീ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിനോട് നീ പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിക്കുക. അതരം തുറന്ന് പ്രാർത്ഥിക്കുക. കരമുയർത്തി പ്രാർത്ഥിക്കുക. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ യേശു പറയും, ഇത് നിന്റെ ജീവിതത്തിന്റെ സ്വീകാര്യമായ സമയമാണ്. ഇത് രക്ഷയുടെ ദിവസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹലാ 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 ഹലാ. അതരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ യേശുവിനെ ഹൃദയപൂർവ്വം നമുക്ക് ആരാധിക്കാം. അവൻ പറഞ്ഞില്ലേ, ആത്മാവിലും സത്യത്തിലുമാണ് നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ശരീരങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിച്ച് ഉണർവോടെ നമ്മൾ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്, ആരാധിക്കുമ്പോഴാണ്, ആ നാമത്തെ വിളിക്കുമ്പോഴാണ്. ആ ആരാധനയിൽ കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറക്കുകയാണ്. മറിച്ച് എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീര് കാണുന്നു. എൻ്റെ കണ്ണുനീരിൻ്റെ വിത്തുകളെ ഫലങ്ങളാക്കി മാറ്റുന്ന ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തി ആരാധിക്കുന്നു. തകർച്ചകളെ ഉയർത്തി ആരാധിക്കുന്നു. പരാജയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, അവിടുന്ന് കടന്നു വരുന്ന ഈ സമയത്തിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിനായിട്ട് നന്ദി പറയുന്നു. നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയേ നന്ദി. ഈശോയേ നന്ദി. ഈശോയേ നന്ദി. മഹത്വത്തിൻ രാജന് ആരാധന, കൃപയുടെ നാഥന് ആരാധന, സ്നേഹസ്വരൂപന് ആരാധന, വിശുദ്ധിതൻ ദൈവത്തിൻ ആരാധന. കരങ്ങളൊന്ന് ശക്തമായി അടിച്ച് ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്.
സ്വർഗാദി സ്വർഗങ്ങളുടെ നാഥനായ ദൈവം, സർവശക്തനായ നാമം, യേശുവിൻ്റെ നാമത്തെ നമ്മൾ ആരാധിക്കുക. യേശുവിൻ്റെ നാമത്തിലാണ് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ആരാധനയിൽ യേശു നാമത്തെ വിളിച്ച് നമ്മൾ ഒന്നുചേർന്ന് കരങ്ങളടിച്ച് വലിയ ഉണർവോടെ ജീവനോടെ നമുക്ക് ആരാധിക്കാം. യേശുവിൻ നാമത്തിൽ ആരാധിക്കാം, ശക്തിയുള്ള നാമത്തിൽ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും സ്നേഹമോടെ ഒന്നു ചേർന്ന് ആരാധിക്കാം. ചേർന്ന് പാടാമോ? ശക്തിയുള്ള നാമത്തിൽ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും സ്നേഹമോടെ ഒന്നു ചേർന്ന് ആരാധിക്കാം. മഹത്വത്തിനാഥന് ആരാധന, കൃപയുടെ നാഥന് ആരാധന, സ്നേഹസ്വരൂപന് ആരാധന, വിശുദ്ധിതൻ ദൈവത്തിന് ആരാധന. ചേർന്ന് പാടി. മഹത്വത്തിനാഥന് ആരാധന, കൃപയുടെ നാഥന് ആരാധന, സ്നേഹസ്വരൂപന് ആരാധന, വിശുദ്ധിതൻ ദൈവത്തിന് ആരാധന. വീണ്ടും കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ നമ്മൾ ആരാധിക്കാം. പ്രിയമുള്ളവരെ, ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആരാധനയിൽ ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മേൽ പരിവർത്തിക്കും. താബോർ മലവില് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരിൽ യേശുവിന്റെ മഹത്വം ഇറങ്ങി വന്നില്ലേ? യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടില്ലേ? സീനായ് മലയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മനുഷ്യ വ്യക്തിയുടെ മുമ്പിൽ, ഒരു പ്രവാചകനെയായി തിരഞ്ഞെടുക്കുവാൻ ഒരു സാധാരണ വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങൾ കരമുയർത്തി നിൽക്കുമ്പോൾ ഈ ആരാധന നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ കുടുംബത്തിന്റെ മേൽ, ഞാൻ ആയിരിക്കുന്ന ഇടത്തിന്റെ മേൽ ഇന്ന് അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. അങ്ങയുടെ ഗ്ലോറി ഇറങ്ങി വരണം. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ നിറയണം കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹൃദയം നിറങ്ങിയവനെ വിളിക്കുക. യേശുവിന്റെ മഹത്വം നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങട്ടെ, നമ്മുടെ ആലയങ്ങളിൽ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം കുടുംബങ്ങളിൽ നിറയട്ടെ. ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ മഹത്വം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല, 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 ഹല. യേശുവേ, ഈശോയേ, ഹല്ലേലൂയ. കരങ്ങളടിക്കാം. നിന്റെ മഹത്വത്തിൽ ആരാധിക്കാം, നിന്റെ വിശുദ്ധിയിൽ ആരാധിക്കാം, നിന്റെ സ്നേഹത്തിൽ ആരാധിക്കാം, നിന്റെ കൃപയിൽ ആരാധിക്കാം. ചേർന്ന് പാടാമോ? നിന്റെ വിശുദ്ധിയിൽ നിന്റെ കൃപയിൽ കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വത്തിനാഥന് ആരാധന, കൃപയുടെ നാഥന് ആരാധന, സ്നേഹസ്വരൂപന് ആരാധന, വിശുദ്ധിതൻ ദൈവത്തിന് ആരാധന. അവന്റെ മഹത്വം ദർശിച്ച് മഹത്വത്തിനാഥന് ആരാധന, കൃപയുടെ നാഥന് ആരാധന, സ്നേഹസ്വരൂപന് ആരാധന, വിശുദ്ധിതൻ ദൈവത്തിന് ആരാധന. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിക്കാം. ഇരുവശങ്ങളെ കരങ്ങൾ ഒന്നടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരങ്ങൾ ഒന്നടിച്ച് അടുത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് മുഖത്തൊക്കെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഇന്ന് ജീവനോടെ കർത്താവിനെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന ഒരു അഭിഷേകമായി മാറുക. നമ്മുടെ ആരാധന ലോകത്തിന്റെ മേൽ ഒരു അനുഗ്രഹമായി മാറുക. ദൈവത്തിന്റെ ശക്തി പ്രകടമാകുക. ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരിക. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവാരാധനയിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. കരങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അതേ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. ദൈവത്തിന്റെ ശക്തി കറങ്ങണം. ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരണം. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കൃപയുടെ നാഥന് ആരാധന, സ്നേഹസ്വരൂപന് ആരാധന, വിശുദ്ധിതൻ ദൈവത്തിൽ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ടു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, മാലാഖമാരോട് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. പ്രിയമുള്ളവരെ, എല്ലാവരും അതരം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവിന്റെ ജീവനും അവന്റെ ആത്മാവും അവന്റെ ശക്തിയും അവന്റെ കൃപയും നമ്മുടെ ഓരോരുത്തരുടെ നിറയുന്ന നിമിഷമാ. ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്ന സമയമാ. ആത്മാവിന്റെ കെട്ടുകൾ അഴിയുന്ന സമയമാ. ദൈവശക്തി നമ്മുടെ മേൽ പരിവർത്തിക്കുന്ന സമയമാ. രണ്ട് കരമുയർത്തി എല്ലാവരും വിളിക്കുന്നു, യേശുവേ ഈശോയെ എന്ന് വിളിച്ച് ആരാധിക്കുക. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സകല അന്ധകാരങ്ങളും നീങ്ങി പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് കൃപയുടെ സമയമാ, ഇത് രക്ഷയുടെ സമയമാ, ഇത് ദൈവത്തിന്റെ സ്വീകാര്യമായ സമയമാ. ഒന്ന് ചേർന്ന് ആരാധിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹാല 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 ഹാല. എല്ലാവരും ആരാധിക്കുക. പ്രിയമുള്ളവരെ, യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. ഈശോയെ സ്നേഹിച്ച് ആരാധിക്കുക. അവന്റെ ജീവൻ ഏറ്റെടുക്കുക. അവന്റെ ആത്മാവ് പരിവർത്തിക്കുന്നു. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ യേശുവേ ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്നടച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ഹൃദയം കൊണ്ടൊന്ന് ചേർന്ന് നിൽക്കുക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലൊന്ന് സമർപ്പിക്കുക. ദൈവമാ നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ദൈവം വെറുതെ അല്ല നിന്നെ വിളിച്ചത്. ആ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതകരമായി നിന്റെ കുടുംബത്തിൽ അവിടെ നിന്ന് ഇടപെടാൻ നിന്റെ ദൈവം പ്രവർത്തിക്കുവാൻ സന്നദ്ധമായ ഒരു സമയമാണ്. ഇത് ദൈവത്തിൻ്റെ സമയമാണ്, നിന്റെ സമയമല്ല. നിന്റെ സമയമല്ല, മറിച്ച് നിന്റെ ദൈവത്തിൻ്റെ സമയം. നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന സമയം. അതിനാൽ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക. നീ രോഗങ്ങളിൽ തളർന്നു പോയ വ്യക്തിയാണോ? കുടുംബ പ്രശ്നത്തിൽ നീറി കഴിയുന്ന ഒരു വ്യക്തിയാണോ? ജീവിത പങ്കാളിയെ ഓർത്ത് കരയാത്ത രാത്രികളോ ദിനങ്ങളോ ആഴ്ചകളോ സംവത്സരങ്ങളോ നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇല്ലായിരിക്കാം. മക്കളെ ഓർത്ത് ഇങ്ങി കരയുന്ന വ്യക്തിയാണോ? വലിയ പാപത്തിൻ്റെ അശുദ്ധി ബന്ധനത്തിൽ തളയ്ക്കപ്പെട്ട വ്യക്തിയാണോ? യേശു നിനക്കുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. ഈ ലോകത്തിൽ ആർക്കുമില്ലാത്ത തകർച്ചകൾ നിന്റെ ജീവിതത്തിന്റെ മേലുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ആർക്കുമില്ലാത്ത വിധം ഒരു ഉയർച്ചയും നിന്റെ മേലുണ്ട്. ആമേൻ. ഒരു ഉയർച്ച നിന്റെ ജീവിതത്തിന്റെ മേലുണ്ട്. ഒരു ഉയർച്ച നിന്റെ ജീവിതത്തിന്റെ മേലുണ്ട്. ഒരു ഉയർച്ച നിനക്കുണ്ട്. ഈ രാത്രി ദൈവം നിന്നെ ഉയർത്തുന്ന രാത്രിയാണ്. നിന്നെ ഉയർത്തുന്ന രാത്രി. നന്ദി പറയാം. ആ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാം. ഹൃദയം കൊണ്ട് സ്നേഹിക്കാം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. ആ സാന്നിധ്യത്തോടെ നയിക്കപ്പെട്ട് അപ്പാ ആത്മാവേ ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ
പിതാവാം ദൈവത്തിന് ആരാധന. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പുത്രനാം ദൈവത്തിന് ആരാധന. ആത്മാവാം ആത്മാവാം ദൈവത്തിന് ആരാധന. ത്രിയേക ദൈവത്തിന് ആരാധന. ഒരിക്കൽ കൂടി പാടാം. പിതാവാം ദൈവത്തിന് ദൈവമേ എന്റെ ദൈവമേ ആരാധന. പുത്രനാം ദൈവത്തിന് ആരാധന. ആത്മാവായ ദൈവമേ ദൈവത്തിന് ആരാധന. ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന. കരങ്ങൾ വീശി ഒന്ന് ആരാധിക്കാമോ? ആരാധന ആരാധന. സാന്നിധ്യത്തോട് ചേർന്ന് ആരാധന ആരാധന. ആരാധന ആരാധന. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നിറയുന്ന എല്ലാവരും അതരത്തോടെ പാടി ആരാധിക്കുന്നു. യേശുവേ, എന്റെ ദൈവമേ, ലോറി നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ കർത്താവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ആരാധന ആരാധന. എന്റെ യേശുവേ, ആരാധന എന്റെ ഈശോയേ, ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങളൊന്നും ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം പരിപൂർണ നിശബ്ദതയിൽ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ ത്രിത്വൈക നാമത്തോടെ നയിക്കപ്പെട്ട് നമ്മളെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുവിടുക, സമർപ്പിക്കുക. അപ്പാ, എൻ്റെ അപ്പാ, അപ്പായെ നിൻ്റെ കരങ്ങളിൽ എന്നെ ഇതാ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം, നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പരാജയങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, തകർച്ചകൾ എല്ലാം ത്രിത്വൈക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇറക്കി വെക്കുക. യേശു പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നീ സമർപ്പിക്കുമ്പോൾ അവൻ നിന്നെ ചേർത്ത് പിടിക്കും. നീ വിട്ടുകൊടുക്കുമ്പോൾ അവൻ നിന്നെ നിൻ്റെ കരങ്ങളിലെടുക്കും. അവൻ നിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. രോഗങ്ങൾ അവൻ വഹിക്കും. തകർച്ചകൾ അവൻ ഏറ്റെടുക്കും. കണ്ണുനീര് അവൻ്റെ കണ്ണുനീരായി മാറും. നീയോ ദൈവത്തിൻ്റെ കയ്യിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രിയ പൈതലായി മാറുന്ന സമയമായത്. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഈശോയേ എന്ന് വിളിക്കുക. യേശു നാമത്തെ വിളിക്കുക. ഹൃദയം നുറങ്ങി വിളിക്കുക. ആദരം തുറന്നു വിളിക്കുക. ഈശോ വരണം. ഈശോ ഇന്ന് ഇറങ്ങി വരണം. ഈശോ എന്റെ പ്രശ്നത്തിലേക്ക് വരണം. യേശുവേ, എന്റെ യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് ഓ കർത്താവേ, അതരങ്ങൾ തുറന്ന് തുറന്ന് ശബ്ദമുയർത്തി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം നിന്നെ കീഴടക്കിയ നീ ദൈവത്തിന്റെ പൊന്നോമനെ മാറുന്ന സമയമാണ്. ഹല്ലേലൂയ.
ആരാധിക്കുക. എല്ലാവരും ചെറിയ ശബ്ദത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നൽകുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് ആരാധിക്കുക. അതെ, അവൻ്റെ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരിക. നിന്റെ ലേക്ക് യേശു വന്ന് നിറയുക. അവൻ്റെ ആത്മാവ് വന്ന് നിറയുക. നിന്റെ ശരീരത്തെ അവൻ തൊട്ടുകൊണ്ടിരിക്കുക. രോഗഗ്രസ്തമായ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, അവയവങ്ങളിലേക്ക് യേശു നാമത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ പ്രവഹിക്കുക. ഒരു മിന്നലൊളി, സ്വർഗം ഒരു മിന്നലൊളി നിന്റെ മേൽ അയച്ചു കൊണ്ടിരിക്കുക. ചേർന്ന് ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ യേശു നാമത്തിൽ വിശ്വസിക്കുക. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് ഞാൻ ഒരു അത്ഭുതത്തിന് സാക്ഷിയായി മാറും. എൻ്റെ കുടുംബത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. അവൻ പ്രവർത്തിക്കും, അവൻ പ്രവർത്തിക്കും. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.